എല്ലാവർക്കും നമസ്കാരം. +1 പ്രവേശനത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടമായ സ്പോട്ട് അഡ്മിഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. സ്പോട്ട് അഡ്മിഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഇതുവരെ പ്രവേശനം ലഭിക്കാത്ത കുട്ടികളിലേക്ക് പരമാവധി വീഡിയോ എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +1 പ്രവേശനത്തിന് അതിൻ്റെ പ്രോസസ്സുകൾ 31-ാം തീയതി ജൂലൈ 31-ന് അവസാനിക്കാനിരിക്കെ ഇനിയും പ്രവേശനം ലഭിക്കാത്ത കുട്ടികൾക്ക് സീറ്റ് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്പോട്ട് അഡ്മിഷൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. സ്പോട്ട് അഡ്മിഷന് സാധാരണ ഓൺലൈനായിട്ട് തന്നെയാണ് ഇത്തവണ സ്പോട്ട് അഡ്മിഷൻ അപേക്ഷിക്കേണ്ടത്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ HS CAP എന്ന് പറയുന്ന +1ൻ്റെ സിംഗിൾ വിൻഡോ അതിൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള HS CAP-ലൂടെയാണ് ജൂലൈ 29-ന്, ഡേറ്റ് പ്രത്യേകം ഓർമ്മിക്കുക, ജൂലൈ 29-ന് രാവിലെ 10 മണി മുതൽ 30-ാം തീയതി വൈകുന്നേരം 4 മണി വരെ നമുക്ക് ലഭിക്കാത്ത കുട്ടികൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. നിങ്ങൾ HS CAP-ൻ്റെ സൈറ്റിനകത്തേക്ക് കയറിയാൽ നിങ്ങൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് വെച്ച് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ഫോർ വേക്കൻറ്റ് സീറ്റ് എന്നുള്ളതാണ്. വേക്കൻസി സീറ്റ് അതിനകത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ വേക്കൻസി സീറ്റിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര ഓപ്ഷനുകൾ വേണമെങ്കിലും നൽകാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ലഭിക്കാത്ത കുട്ടികൾക്ക് നിങ്ങൾക്ക് 1 by 1 ആയിട്ട് ആ സീറ്റിനകത്തേക്ക് ഇല്ലാത്ത വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ആ വേക്കൻസി കൃത്യമായിട്ട് സൈറ്റിനകത്തുണ്ട്. ആ വേക്കൻസി നോക്കി 29-ാം തീയതി രാവിലെ 10 മണി മുതൽ 30-ാം തീയതി വൈകുന്നേരം 4 മണി വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പ്രവേശനത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം. ഒന്നുകൂടി ശ്രദ്ധിക്കുക, കാൻഡിഡേറ്റ് ലോഗിനിലെ അപ്ലൈ ഫോർ വേക്കൻറ്റ് സീറ്റ് എന്നുള്ളതാണ് നിങ്ങളുടെ ആ ലിങ്കിലൂടെയാണ് അപേക്ഷിക്കേണ്ടത് എന്ന കാര്യം കൂടി പ്രത്യേകം ഓർമ്മിക്കുക. എത്ര ഓപ്ഷനുകൾ വേണമെങ്കിലും നൽകാം. ഇതിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഓരോ സ്കൂളിനകത്തേക്കുള്ള റാങ്ക് ലിസ്റ്റ് ആയിട്ടാണ് ഇത് പ്രസിദ്ധീകരിക്കുക. സാധാരണ അലോട്ട്മെന്റ് ഇന്ന് സ്കൂളിൽ കിട്ടി എന്ന് പറയുന്നത് പോലെ അല്ല സ്പോട്ടിന്റെ അഡ്മിഷൻ ഉണ്ടാവുക പ്രത്യേകം ഓർമ്മിക്കുക. അപ്പൊ റാങ്ക് ലിസ്റ്റാണ് തയ്യാറാക്കുക ഓരോ സ്കൂളിനകത്ത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഏത് സ്കൂളിലാണ് മെച്ചപ്പെട്ട റാങ്ക് ഉള്ളത്, കിട്ടാൻ സാധ്യതയുള്ളത് എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് 31-ാം തീയതി 10 മണി മുതൽ 12 മണി വരെ അവിടെ എത്തുന്ന കുട്ടികളിൽ നിന്ന് മികച്ച റാങ്കുള്ള കുട്ടികൾക്കാണ് പ്രവേശനം നിങ്ങൾക്ക് ലഭിക്കുക. 1 മണിക്കുള്ളിൽ പ്രവേശനം പൂർത്തീകരിക്കണമെന്നുമാണ് സർക്കുലറിനകത്ത് പറയുന്നത്. അപ്പൊ ജൂലൈ 31-നാണ് പ്രവേശനം നേടേണ്ടത്. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് നോക്കി നിങ്ങൾക്ക് ഏത് സ്കൂളിലാണ് മികച്ച റാങ്കുകൾ എന്ന് ആ സ്കൂളിലേക്ക് നിങ്ങൾ പോയി അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ പ്രവേശനം ലഭിക്കാത്ത കുട്ടികൾക്ക് മാത്രമാണ് ഇത് സാധ്യമാവുക എന്നുള്ളതാണ് ഓർമ്മിക്കുക. അപ്പം വ്യാപകമായിട്ടുള്ള സംശയം കുട്ടികളും രക്ഷിതാക്കളും നേരത്തെ തന്നെ പല വീഡിയോയുടെ കമന്റ്സിലും ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് നോൺ ജോയിനിങ്ങുമായി ബന്ധപ്പെട്ടാണ്. അത് ഈ നമ്മുടെ ഇപ്പോൾ വന്നിട്ടുള്ള സർക്കുലറിനകത്ത് ഇത് കൃത്യമായി പറയുന്നില്ല. നോൺ ജോയിനിങ്ങിന് കുട്ടികൾക്ക് അപേക്ഷിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇപ്പോൾ ലഭിക്കാത്ത കുട്ടികൾക്കാണ് ഇത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക. അതായത് പ്രവേശനം ഇതുവരെ അപേക്ഷിച്ചിട്ടും ലഭിക്കാത്ത കുട്ടികൾക്കാണ് ഇത് പറ്റുക എന്നുള്ളതാണ് വീഡിയോയിൽ പ്രധാനമായിട്ട് പറയുന്നത്. അപ്പൊ ജൂലൈ 29-ാം തീയതി രാവിലെ 10 മണി മുതൽ 30-ാം തീയതി വൈകുന്നേരം വരെയുള്ള നിങ്ങളുടെ പ്രവേശനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം. 31-ാം തീയതി പ്രവേശനം നടക്കും എന്നുള്ളതാണ് വീഡിയോ പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് അതിൻ്റെ കാര്യങ്ങൾ സർക്കുലറിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ പ്രവേശനം ലഭിക്കാത്ത കുട്ടികളിലേക്ക് എത്തിക്കുക. എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ എത്തിക്കുക. അതുപോലെ തന്നെ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫർദർ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതുമായിട്ട് ചർച്ച ചെയ്യും. എല്ലാവർക്കും നന്ദി.